ശ്രീ സിബി സത്യൻ, ഒരു മാറ്റത്തിന്റെ സൂചനയാണോ ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഉയർച്ച? ഈ SIR കാരണമാണ് ഇങ്ങനെ പോളിംഗ് ശതമാനം കൂടിയത് എന്ന് പറയാം. പക്ഷേ അതേസമയത്ത് തന്നെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആവേശം അവിടെ കാണാം. 2021 വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് അത്ര ആവേശത്തോടു കൂടിയാണ്. ഇങ്ങനെ സമീപിക്കുമ്പോൾ അതൊരു മാറ്റത്തിന് വേണ്ടിയുള്ളതാണോ? ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ പറയുന്നത് UDFന് കുറച്ചുകൂടി ആശ്വാസം കൂടുതലായിരിക്കും എന്നാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? മഞ്ജുഷേ, ആക്ച്വലി പുതിയ വോട്ടർ ടേൺ ഔട്ടിന്റെ കഥ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു 70% ആനുകൂല്യവും SIRന് തന്നെ കൊടുക്കണം എന്നാണ് എന്റെ പക്ഷം. കാരണം വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ വോട്ടർമാരെ ഡിലീഷൻ നടന്നു. അതായത് എനിക്ക് തോന്നുന്നു 20 ലക്ഷത്തിന് മുകളിൽ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് 12 ലക്ഷത്തോളം, എനിക്ക് അതിന്റെ കണക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഡിലീഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക പുതുക്കിയതിന്റെ എഫക്റ്റ് ആണ് നമ്മുടെ വോട്ടിംഗ് ശതമാനം. അവസാനം എല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മൾ 2021 താരതമ്യം ചെയ്യുമ്പോൾ 3 ലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, പുതിയ വോട്ടർമാർ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ എനിക്ക് തോന്നുന്നു ശ്രീത്ത് അതിനകത്ത് ഒരു 8 ലക്ഷത്തോളം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരു സെക്കൻഡ് സിബി, ശ്രീത്തിന് വ്യക്തമായിട്ട് അറിയാം കണക്ക്. ഒന്ന് മ്യൂട്ടാണ് ശ്രീത്ത്, മ്യൂട്ടാണ്. കേൾക്കുന്നില്ല ശ്രീത്ത്. കേൾക്കുന്നില്ല. സിബി തുടർന്നോളൂ. ഏതായാലും ഈ 22 ലക്ഷമൊന്നും ഇല്ല കേട്ടോ, 12 ലക്ഷമൊന്നുമില്ല. ശ്രീത്ത് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. അതെ, അതിന്റെ നല്ലൊരു ശതമാനം ഈ ടേൺ ഔട്ട്, ഈ വോട്ടർ ടേൺ ഔട്ട് പെർസെന്റേജ് കൂടിയതിന്റെ നല്ലൊരു ശതമാനം ഞാൻ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് SIRനാണ്, അപ് ടു 70%. പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ കാണുന്നത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തമായിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മിക്കവാറും ബൂത്തുകളിൽ, ഞാൻ കുറച്ച് ബൂത്തുകൾ സന്ദർശിച്ചു, അതിനകത്ത് നോക്കുന്നിടത്തെല്ലാം സ്ത്രീകളുടെ ഒരു വലിയ ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. സ്ത്രീകൾ വൻതോതിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. സാധാരണഗതിയിൽ ഈ അടുക്കളയുടെ സമ്പദ് വ്യവസ്ഥ കാര്യമായിട്ട് ബാധിക്കപ്പെടുമ്പോഴാണ് സ്ത്രീകൾ ഇത്ര കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അടുക്കളയുടെ സമ്പദ് വ്യവസ്ഥ കാര്യമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം കാരണം ഇൻഫ്ലേഷൻ അടക്കമുള്ള, വിലക്കയറ്റം അടക്കമുള്ള നിരവധി കാരണങ്ങൾ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നം കൊണ്ടല്ലെങ്കിലും ഇപ്പൊ അടുത്ത കാലത്ത് വന്ന ഗ്യാസ് പ്രശ്നം കൂടെ, ഈ പാചകവാതകത്തിന്റെ പ്രശ്നം കൂടെ ഒരു പക്ഷേ വോട്ടർമാരെ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രചരണം നോക്കുമ്പോഴും ഡാറ്റയും കണക്കും വെച്ച് നോക്കിയാൽ LDFന് വളരെ നേരിയ തോതിൽ കടന്നുകൂടാൻ പറ്റുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത്. കാരണം പ്രത്യേകിച്ച് പ്രചരണത്തിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ പോലും UDF കൊണ്ടുപോയി LDFന്റെ കയ്യിൽ കൊണ്ടുവച്ചു കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമായിരുന്നു അത്. കാരണം യാതൊരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായമോ സോഷ്യൽ മീഡിയയുടെ ഒപ്റ്റിമൈസേഷനോ ഒന്നുമില്ലാതെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പം അത് ഇപ്പൊ നമ്മൾ നോക്കുക, വയനാട് ഫണ്ട് മുതലുള്ള കാര്യങ്ങൾക്കകത്ത് അവസാനം ആത്യന്തികമായിട്ട് UDF പരാജയപ്പെടുകയാണ് സൈബർ സ്പേസിൽ, സോഷ്യൽ മീഡിയയിലെ നവമാധ്യമങ്ങളിൽ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും UDF പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി കംപ്ലീറ്റ് ആയിട്ട്. പക്ഷെ സ്റ്റിൽ ജനങ്ങൾ, അതായത് ഞാനതിനെ സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ LDFനെ വിജയിപ്പിക്കാൻ കഴിയുന്നതെല്ലാം UDF ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ വികാരം അതിശക്തമായിരുന്നു എന്ന് വേണം കാണാൻ. അപ്പൊ ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ തരംഗം ഉണ്ടായേക്കുമോ എന്ന രീതിയിൽ ഒരു സൂചനകൾ കാണുന്നുണ്ട്. ആ തരംഗം ചെറുതാണോ വലുതാണോ എന്നുള്ളത് നമുക്ക് 4-ാം തീയതി അറിയാൻ കഴിയൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഒരു തരംഗമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ, അപ്രതീക്ഷിത UDF സ്ഥാനാർത്ഥികൾ ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നും ഞാൻ എന്നെ കാണുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു 59ഓളം സീറ്റുകളിൽ LDF 3 വർഷമായിട്ട് ജയിക്കുന്നുണ്ട്, 3 ടേമായിട്ട്. ഏതാണ്ട് 25ഓളം സീറ്റുകളിൽ 2 ടേമായിട്ട് ജയിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ സീറ്റുകളെല്ലാം എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് 10,000-ന് താഴെ വോട്ടുകളുള്ള സീറ്റ് മാറ്റി വെച്ചിട്ട് നോക്കിയാൽ 62 സീറ്റുകൾ 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ചതുണ്ട് കഴിഞ്ഞ 3 വട്ടവും 2 വട്ടവുമായിട്ട്. ഒരു തവണ വിജയിച്ച കഥയല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ 3 വട്ടം വിജയിച്ചതും കഴിഞ്ഞ 2 വട്ടം തുടർച്ചയായിട്ട് വിജയിച്ചതുമായ സീറ്റുകൾ നമ്മൾ എടുത്തിട്ട് അതിനകത്ത് 10,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള മുഴുവൻ സീറ്റുകൾ നീക്കിയാൽ പോലും 62 സീറ്റുകൾ LDFന്റെ കൈവശമുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭരണത്തിലേക്ക് എത്താൻ 9 സീറ്റ് കൂടി മതി.
പക്ഷെ അവിടെ അല്ല തരംഗമുണ്ടാകുമ്പോൾ മറ്റൊരു കാര്യമുണ്ടല്ലോ ശ്രീ സിബി സത്യൻ, ഈ MLA-മാർ ജനകീയരാണ് എന്ന കാര്യത്തിലേക്കാണല്ലോ താങ്കൾ വരുന്നത്. പക്ഷേ അവിടെ ഈ തരംഗമുണ്ടായാൽ ആരും അടിഞ്ഞു പോകും, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അവിടെ. കാരണം ജനങ്ങൾ തീരുമാനിച്ചാൽ ഭരണത്തിനെതിരെയാണ് വികാരം വരിക, അല്ലാതെ ആ MLA അവിടെ വെറുതെ വിടില്ല. യെസ്, അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതേസമയം തന്നെ പല MLA-മാർക്കെതിരെ ജനവികാരം, ആന്റി ഇൻകംബൻസി അത്ര ശക്തമായിട്ടില്ല. പക്ഷേ ഭരണത്തിനെതിരായ, അതായത് പിണറായി വിജയൻ ഭരണത്തിനെതിരായ ജനവികാരം അതീവ ശക്തമാണ്. അപ്പൊ ആ കാറ്റിനകത്ത് ഒരുപാട് ഉറച്ച സീറ്റുകളടക്കം വീഴാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ നിൽക്കുന്ന കൊല്ലം ജില്ല എടുത്തു കഴിഞ്ഞാൽ, കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണ 2 സീറ്റാണ് UDF കിട്ടിയത്. ഇത്തവണ ഓൺ ആൻ ആവറേജ് കണ്ടീഷനിൽ 4 സീറ്റ് കിട്ടാം. ഒരു നല്ല കണ്ടീഷനിൽ 7 മുതൽ 8 സീറ്റ് വരെ പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഒരു തരംഗം വന്നാൽ അത്രയേറെ സീറ്റുകൾ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തരംഗമില്ലെങ്കിൽ ഇവിടെ കിട്ടുന്നത് 4 അല്ലെങ്കിൽ 5 സീറ്റുകളായി. തരംഗം ഉണ്ടെങ്കിൽ അത് 7 8 ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു തരംഗം, ഇപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജാതിയോ മതമോ ഒന്നും പറയല്ല, പക്ഷെ മുസ്ലിം കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഭയങ്കരമായിട്ട് UDF-ന് അനുകൂലമാണത്. അപ്പൊ മലബാർ ഏരിയയിൽ അതിശക്തമായ തേരോട്ടം UDF ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നാൽ തെക്കോട്ട് വരുമ്പോൾ അത്രയ്ക്കൊരു കൺസോൾട്ടേഷൻ എത്രമാത്രം എഫക്റ്റീവ് ആകും എന്നുള്ളത് വലിയൊരു സംശയമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഉണ്ടാവും വേറെ സാധ്യത എന്ന് പറയുന്നത്, തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ഈ കൺസോൾട്ടേഷൻ അപ്പുറത്തേക്ക് ഒരു ജനരോഷം അതിശക്തമായിട്ട് വരും. പക്ഷെ ഇതിനകത്തൊരു ഒരു മൈനസ് പോയിന്റ് ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് BJP പിടിക്കുന്ന വോട്ടുകളാണ്. BJP പിടിക്കുന്ന വോട്ടുകൾ, അതായത് NDA കഴിഞ്ഞ തവണ 12.4% വോട്ടാണ് പിടിച്ചത്. അപ്പൊ അതിൽ നിന്ന് 2% വോട്ട് അധികം പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ജയിക്കാൻ കുറച്ച് വിയർക്കേണ്ടി വരും. കാരണം ഈ ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോവുകയാണ്. അപ്പം ഒരു 80% വോട്ട് മൊത്തത്തിൽ രേഖപ്പെടുത്തിയാൽ ഒരു നല്ല ഭൂരിപക്ഷത്തോടെ, സാമാന്യം ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് UDF-ന് അധികാരത്തിൽ വരണമെങ്കിൽ 7% വോട്ടിംഗ് വേണമെന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. മിനിമം 7% വോട്ടിങ്ങോട് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് NDA 2% വോട്ട് പിടിച്ചാൽ, അധികം പിടിച്ചാൽ മിനിമം 7% വോട്ട് സ്വിങ് UDF-ന് അനുകൂലമായാൽ മാത്രമേ 80-85 സീറ്റോ വാങ്ങിയിട്ട് അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ. വേറെ ഏകദേശ കണക്ക് ഇതിന് മുകളിലോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടോ ഒരു +or -3 or 4 നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. പക്ഷെ മിനിമം ഇത്രയും വോട്ട് സ്വിങ് വേണം എന്നാണ് ഏകദേശ കണക്കുണ്ട്. പക്ഷെ തരംഗം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ LDF കഴിഞ്ഞ തവണ വാങ്ങിച്ച 45% നിന്ന് 36 35 ഒക്കെ ആയിട്ട് കുറയാനും വേണമെങ്കിൽ അതിൽ താഴെ പോകാനും. ശരി, സുബിതാക്കളിലേക്ക് വരാം. ശ്രീ പണിക്കർ കൂടി ചേരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.